അങ്ങനെ രാജ്യം ഏറെ വൈകി ഒരു ഫുട്ബോൾ പ്രതിഭയെ കണ്ടെത്തിയിരിക്കുകയാണ്. ഫുട്ബോൾ പ്രതിഭ എന്ന് പറഞ്ഞാൽ ശിവനേ അരുമാന്തപ്പെട്ട പ്രതിഭ തന്നെ. ഒരു ദൃശ്യം വന്നിട്ടുണ്ട്. കണ്ടെത്തിയത് 90-ാമത്തെ വയസ്സിലാണ്. എന്തൊരു ഷാർപ്പ് ഷൂട്ടിംഗ്! ആ ഷൂട്ടിംഗ് കണ്ടാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വരെ നാണിച്ചു പോകും. കണ്ടില്ലേ, കൊച്ചു കുട്ടികളുടെ ഇടയിൽ പോയാണ് ആ ഷാർപ്പ് ഷൂട്ട് നടത്തിയത്. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, 20 വാര അടി ദൂരെ നിന്നുകൊണ്ടുള്ള ഷാർപ്പ് ഷൂട്ട് എന്ന് പറയുന്നതിനെ നാണിപ്പിക്കുന്ന തരത്തിൽ ഇതിനേക്കാൾ മികച്ച ഗോൾ ആ പോസ്റ്റിനകത്ത് കയറി ഇന്ന് അടിക്കുന്നതായിരുന്നു. കൊച്ചു പിള്ളേരെ പിടിച്ച് നിർത്തിയിട്ട് അതിൻ്റെ ഇടയിൽ കളിയുടെ മാക്സിമം ദൃശ്യം നോക്കുമ്പോൾ റഫറി ആണോ എന്ന് കാണുന്നവർ സംശയിച്ചു പോകും. അതുപോലെ ആ ബോളിന്റെ കളറിൽ തന്നെയുള്ള യൂണിഫോമും ഷൂസ് എല്ലാം ഇട്ട് ഞാൻ മനസ്സിലൊരു മെസ്സി ആണെന്ന് ധരിച്ച് ചെന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഫോട്ടോഷൂട്ട് ആണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകാവുന്നതുകൊണ്ട് പോസ്റ്റിന്റെ തൊട്ടടുത്ത് കൊച്ചുമക്കളുടെ പ്രായമില്ലാത്ത കുട്ടികളെ നിർത്തിയിട്ട് അതിനകത്ത് ഗോൾ അടിച്ചിട്ട് കാണിക്കുന്ന പൊളപ്പ് കണ്ട എൻ്റെ പൊന്നേ, സുരേഷ് ഗോപിയൊക്കെ എന്ത് പിന്നെ സഹിക്കാം. അതിനേക്കാൾ കൂടിയ ഇനമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഓരോരോ കാഴ്ചകളെ ഗാങ്ടോക്കിൽ പോയി കുട്ടികളോടൊപ്പം ഒരു ഫുട്ബോൾ ഫോട്ടോഷൂട്ട് ആകാം, എന്തും എനിക്ക് വഴങ്ങുമെന്ന് കാണിക്കണമല്ലോ. അങ്ങനെയാണ് കൃത്യമായിട്ട് ആ ഫുൾ ഗെയിം കണ്ടിരുന്നെങ്കിൽ, ഒരു പോസ്റ്റ് മുതൽ അപ്പുറം പോസ്റ്റ് വരെ ഒരു റൗണ്ട് ഓടിയിരുന്നെങ്കിൽ ചിലപ്പോൾ എന്താകുമെന്ന് ദൈവത്തിന് പോലും നിശ്ചയില്ലാത്തൊരവസ്ഥയുണ്ട്. 90-ാമത്തെ വയസ്സിലും പിള്ളേർക്കിടയിൽ നിന്ന് ഞാൻ ചെറുപ്പമാണ്, അവരോടെ പോലും ഞാൻ കട്ടയ്ക്ക് നിൽക്കുമെന്ന് വരുത്തി തീർക്കാൻ കാണിക്കുന്ന ഓരോരോ കോപ്രായങ്ങളെ മനുഷ്യർ ക്യാമറകൾക്ക് മുന്നിൽ എങ്ങനെയൊക്കെ അധപ്പതിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ആ ദൃശ്യമെന്ന് പറയാതെ തരമില്ല. ലോകം ഈ ദൃശ്യം കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ മത്സരത്തെ, നേരത്തെ രേവന്ത് റെഡ്ഡിയുടെ കളി കണ്ട് മെസ്സി കണ്ണ് തള്ളിയതുപോലെ ലോകത്തിലുള്ള പലരും ഈ കളി കണ്ടിട്ട് കുട്ടിമാമ ഞെട്ടിമാമ എന്ന് പറയുന്ന അവസ്ഥയായി.